മനുഷ്യർ ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റയുടെ കാലമാണ്. അപ്പം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നേട്ടങ്ങൾ, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വളർച്ച, അതും ഒന്നും ശാശ്വതമല്ല. നമ്മൾ ഓരോ മനുഷ്യരിലും വില്ലന്മാരുണ്ട്, പക്ഷെ അതൊക്കെ നമ്മൾ എടുക്കുന്നത് സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയല്ലേ? എല്ലാ മനുഷ്യരിലും ഈക്വൽ അളവിൽ തന്നെ ഇങ്ങനത്തെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു തെറ്റൊന്നുമല്ല. എത്ര ധൈര്യത്തോടെ നിങ്ങളൊരു രജിസ്റ്റർ മാരേജിനൊക്കെ പോയത് പാറു ചേച്ചി? എൻ്റെ ദൈവം പൊന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞെട്ടിക്കാൻ. എൻ്റെ ജീവിതം അങ്ങനെ വേറെ എവിടെയോ ഒരു പവർ ഡിസൈഡ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് എന്നെ അറിയാവുന്നവർക്കറിയാം. ഞാൻ ഒറ്റയ്ക്ക് ഒരിടത്ത് പോകുന്നു, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത്. എൻ്റെ കൂടെ മിനിമം ഒരു 7 പേര് 8 പേര് കാണും. അപ്പോൾ എന്നോട് ഒരു സ്നേഹമില്ല, ഒരു കാര്യത്തിന് ചോദില്ല, കുറേ കരച്ചില്ല, അവിടെ മൈൻഡ് ചെയ്തില്ല. നമ്മളെ ജീവിതം ഓരോ സമയത്ത് ഓരോ സ്ഥലത്ത് കൊണ്ട് നിർത്തും. അപ്പോൾ നമ്മൾ ആ തീരുമാനം, ആ ഒഴുക്കിനനുസരിച്ച് പോയാൽ അത് നമ്മൾ മറ്റിടത്തോട്ട് കൊണ്ടുപോവാണ്. ഞാൻ പറഞ്ഞില്ലേ, നിലനിൽപ്പെന്ന് പറഞ്ഞാൽ ആ താൽക്കാലികമായിട്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനോട് നമ്മൾ നടത്തുന്ന യുദ്ധമല്ല, തൽക്കാലം നമുക്ക് കിട്ടുന്ന കയ്യടിയുമല്ല. മനുഷ്യർക്ക് മനുഷ്യരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന കാര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഈ അഭിനയം പഠിച്ചു തുടങ്ങിയപ്പോൾ സത്യത്തിൽ എൻ്റെ സ്വഭാവവും രീതികളും എല്ലാം ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ മാറാൻ തുടങ്ങി. പിന്നെ അതൊരു അഡിക്ഷനായി തുടങ്ങി.